ഹായ് ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ എൻജെ ഫ്രം സ്റ്റാർ സവാരി. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റ് റോഡിലാണ്. കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ചെല്ലുമ്പോൾ തന്നെ അവിടെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് സാധനങ്ങളൊക്കെ വിൽക്കാനിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. റോഡിൻ്റെ രണ്ട് വശത്തായിട്ടും അവിടെ ഷോപ്പുകളാണ്. ഷോപ്പിൽ വിൽക്കുന്ന ആളുകളെയും കാണാം, അതല്ലാതെ ഇങ്ങനെ വഴിയോരത്തിരുന്ന് വിൽക്കുന്ന ആളുകളെയും കാണാം. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ കയറി ചെന്നപ്പോൾ ചുമ്മാ എല്ലാ സാധനങ്ങളുടെയും വില ഇങ്ങനെ ചോദിക്കുമല്ലോ, അങ്ങനെ ചോദിച്ചു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളെക്കാളൊക്കെ ഒരുപാട് വില കുറവാണ് ഇവിടെ വിൽക്കുന്ന സാധനങ്ങൾക്ക്. അതായത് കടയിൽ 800-700 രൂപയുള്ള സാധനങ്ങൾക്ക് ഇവിടെ ശരിക്കും 300 ആ ഒരു റേഞ്ചിൽ വിലയുള്ളൂ. ഒട്ടുമിക്ക കടകളും അടച്ചിട്ടേക്കുമായിരുന്നു. അതുപോലെ തന്നെ കച്ചവടക്കാർ കുറവായിരുന്നു. പെരുന്നാളായതുകൊണ്ട് മേത്തർ ബസാർ അടച്ചിട്ടേക്കുമാണ്. അതിൻ്റെ അകത്തും ഇതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. പക്ഷേ ഇതുപോലെ പുറത്ത് നിന്ന് വിൽക്കുന്ന ആളുകൾ കുറവായിരിക്കും. എന്നാൽ ഹോൾസെയിലാണ് അവിടെ കൂടുതൽ വിൽക്കുന്നത്. സാധാരണ ഞങ്ങൾ വരുമ്പോൾ കാണും തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കാലെടുത്ത് കുത്താൻ പറ്റാതെ അത്ര തിരക്കാണ്. അതുപോലെ തന്നെ ഈ പിള്ളേരുടെ സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന ഒരു സമയമൊക്കെ ആയതുകൊണ്ട് ബുക്കുകൾ, കൊടകൾ, അങ്ങനെ റെയിൻകോട്ട്, പിന്നെ അവർക്ക് ആവശ്യമുള്ള പേന, പെൻസിൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തിങ്ങനെ ഇട്ടിട്ട് നല്ല വിലക്കുറവിൽ അവർ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്കും റീറ്റെയിലായിട്ട് എടുക്കുന്നവർക്കാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്കൊക്കെ വിലക്കുറവിന് സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ശരിക്കും നമ്മൾ കടയിൽ വാങ്ങുന്നതിൻ്റെ ഒരു പകുതി എമൗണ്ടൊക്കെ ഇവിടെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര തിരക്ക്. വഴിയിലിങ്ങനെ കുറച്ച് പേര് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സുകളുടെ വില ചോദിച്ചപ്പോൾ നമ്മൾ സാധാരണ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ടോപ്പ് അതിന് 150 രൂപ എന്നാണ് പറഞ്ഞത്. വീട്ടിലിടാനാണെങ്കിൽ 150 രൂപയ്ക്ക് ലാഭമല്ലേ. ക്വാളിറ്റി കുറച്ച് കുറവാണ്. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസും കിട്ടിയെന്നിരിക്കത്തില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് വീട്ടിലൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സുകളായിരുന്നു. പിള്ളേരുടെ ഉണ്ടായിരുന്നു ഒരുപാട് ഡ്രസ്സുകൾ. ഇവിടെ ഇങ്ങനെയൊന്നുമല്ല, നല്ല തിരക്കായിരിക്കും. അപ്പോൾ പെരുന്നാളിൻ്റെ സമയമായതുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഇങ്ങനെ തിരക്കില്ലാത്തത്. നമുക്കിതുപോലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ സമയത്ത് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് പച്ചക്കറി മാർക്കറ്റാണ്. ഇന്ന് അവധി ആയതുകൊണ്ട് അടച്ചിട്ടേക്കുക. രാധാകൃഷ്ണ സിൽക്സിലേക്ക് പോയപ്പോഴാണ് അവിടെ ഇങ്ങനെ 50%, 70% വിലക്കിഴിവ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതെടുത്തതാണ്. മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പൊതുവെ വണ്ടിയായിട്ട് വരുന്ന കുറച്ച് പാടാണ്. കാരണം ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. വണ്ടി പാർക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു നല്ലൊരു സ്ഥലവും ഇല്ല. അതുപോലെ നമ്മൾ വണ്ടിയായിട്ട് വരുവാണെങ്കിൽ നടന്നു പോകുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ തിരക്കില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല തിരക്കൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇതുപോലെ വണ്ടിയൊന്നും പാർക്ക് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. എല്ലാ സാധനത്തിനും കിഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. ബാഗ് ഞങ്ങൾ നോക്കിയപ്പോൾ അതിന് തന്നെ 300 റേറ്റിലൊക്കെ ബാഗുകൾ ഉണ്ടായിരുന്നു. പിള്ളേരുടെ ബുക്കുകൾക്കൊക്കെ 45-35 രൂപയൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അതായത് 200 പേജിൻ്റെ ബുക്കിന് 35 രൂപ, വരയിട്ടതിന് 35 രൂപ, വരയിടാത്തതിന് 30 രൂപ, അങ്ങനെയുള്ള റേറ്റുകളായിരുന്നു. നമുക്ക് നോക്കുമ്പോൾ കാണാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മറ്റേ കപ്പലണ്ടി വിൽക്കുന്ന ആളുകൾ, അതുപോലെ പാനിപൂരി വിൽക്കുന്ന ബായിമാർ, കരിക്കുകളൊക്കെ വിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ചെറിയ കച്ചവടക്കാരെയും നമുക്ക് കാണാൻ പറ്റും. ആൺപിള്ളേർക്ക് പറ്റിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഷർട്ടുകൾ, പാൻറ്റുകൾ, ബനിയാനുകളൊക്കെ നല്ല വിലക്കുറവിനാണ് അവർ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു. പല സ്പൈസിൻ്റെ മാർക്കറ്റുകളുണ്ട്. അവിടേക്ക് അത്യാവശ്യം വിലക്കുറവിന് നമുക്ക് സ്പൈസസ് ഒക്കെ വാങ്ങാൻ പറ്റും വീട്ടിലേക്കുള്ളത്. ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റിൽ അവിടെ 1-2 പേർക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ വെജിറ്റബിൾ മാർക്കറ്റാണ്. അതിനിടയിലാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളെ കാണുന്നത്. അവരുടെ ഒരു സാധനത്തിന് 30 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. സമയമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് വിലക്കുറവിന് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാം. കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴാണ് പച്ചക്കറി മാർക്കറ്റ് വരുന്നത്. പച്ചക്കറി മാർക്കറ്റിൽ അത്യാവശ്യം വിലക്കുറവിന് തന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. തക്കാളിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ വിലക്കുറവായിരുന്നു. പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴാണ് മീൻ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് അവധിയായിരുന്നു അവിടെ. ഞാൻ 1-2 സാധനങ്ങളൊക്കെ വാങ്ങി. അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ നടന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ.